ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോണ്ട പാഷൻ പ്ലസ് വണ്ടി വർക്കിന് വേണ്ടിയിട്ടുണ്ട്. സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കാണ്, ജനറൽ സർവീസാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നേക്കാം കേട്ടോ. പരമാവധി അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റിയിടാം. അതേപോലെ തന്നെ ചെയിനും ഈ പറഞ്ഞ പോലെ വലിച്ച് ഏറെക്കുറെ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്ത പ്രാവശ്യം നമുക്ക് അതിൻ്റെ ചെയിൻ്റെയും സ്പോക്കറ്റിൻ്റെയും കണ്ടീഷൻ നോക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം മാറ്റേണ്ടി വരും കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണമല്ലോ കേട്ടോ. പിന്നെ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് സ്ഥലത്ത് നിന്ന് കാണിക്കുന്നുണ്ട്. ഒന്ന് ഈ സ്പോക്കറ്റിൻ്റെ ഷാഫ്റ്റ് ഓയിൽ സീൽ പോയാൽ കാണും. അതേപോലെ തന്നെ ഈ ഗിയറിൻ്റെ അവിടുത്തെയും ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ കംപ്ലൈൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ കിക്കറിൻ്റെ സൈഡും അപ്പുറത്ത് വരുമ്പോൾ കിക്കറിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ 3 ഓയിൽ സീലുകൾ നമുക്ക് മാറ്റിയിടണം. അതേപോലെ ഇവിടെ തന്നെ ഈ പ്ലഗ് റബ്ബർ എന്ന് തന്നെ പറയാം, ആ റബ്ബറും കൂടി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഓയിൽ ലീക്കിൻ്റെ ദിവസം നമുക്ക് അതിനെ പരിഹരിക്കാനായിട്ട് പറ്റും. ഇവിടെ സ്പോക്കറ്റിൻ്റെ സൈഡോ അതിൻ്റെ പ്ലേറ്റിൻ്റെ ഭാഗമോ നമ്മൾ അല്ല, ഈ സ്റ്റാർട്ടർ പ്ലേറ്റിൻ്റെ ഭാഗത്തൊന്നും നമ്മൾ ചെയ്യണില്ല. നിലവിൽ ആ ഭാഗത്ത് ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല. തന്നെയല്ല ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പശയൊക്കെ ഇട്ട് നിർത്തിയാനാണ്. അത് തൽക്കാലം അങ്ങനെ നമ്മൾ അതൊന്നും ചെയ്യണ്ട. ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വണ്ടി ഇടയ്ക്ക് ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറേ നേരം നമ്മൾ നോക്കി, പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല. വണ്ടിയുടെ പഴക്കം വരുന്നതിനനുസരിച്ച് കാർബറേറ്ററിന് തേയ്മാനം വരും. അപ്പോൾ പരമാവധി നമുക്കത് വേറെ പ്രോബ്ലം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. കാരണം എന്ന് വെച്ചാൽ അഴിച്ച് നമ്മൾ കൂടുതലായിട്ട് ക്ലീനറൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ കംപ്ലൈൻറ്റ് ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട്. പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ആ രീതിയിൽ തന്നെ നിലനിർത്താം. കാര്യമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരും, മിസ്സിങ്ങോ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ കൂടുതലായിട്ട് ഓവർഫ്ലോ അങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ മാത്രം അഴിച്ചാൽ മതി. പരമാവധി മാക്സിമം സ്കിപ്പ് ചെയ്ത് കൊണ്ടുനടക്കാം. പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ് നല്ല രീതിയിൽ കംപ്ലൈൻറ്റാണ്. ഹാൻഡിൽ നല്ല ബലം പിടിച്ചിരിക്കണം, നല്ല ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 കംപ്ലൈൻറ്റ് തോന്നണം. ഒന്ന് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു പാളൽ വെട്ടലും പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഹാൻഡിൽമേ ശരിക്കും നല്ല രീതിയിൽ ബലം നമ്മൾ കൊടുത്ത് ഓടിക്കേണ്ട സിറ്റുവേഷൻ വന്നത് ഈ ബെയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റാണ്. ബെയറിങ് നല്ല രീതിയിൽ ടൈറ്റ് ആക്കുക. അത് ലൂസാക്കി കഴിഞ്ഞ ഒരു വർഷം നമുക്ക് അടിക്കാൻ തുടങ്ങും. ഫ്രണ്ട് ചെറിയ കെട്ടറിലൊക്കെ ചാടുമ്പോൾ അടി കാണിക്കും. അപ്പോൾ ഒന്ന് അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാനാണ് പറ്റുള്ളൂ. അല്ലെങ്കിൽ തൽക്കാലം ആ രീതിയിൽ തന്നെ കുടുക്കി ലൂസാക്കി ഇടാം, അടിക്കും എന്നുള്ള രീതിയിൽ കൊണ്ടുനടക്കും. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടക്കുന്നത്. ബാക്കിലത്തെ ടയറായാലും ചെറിയ ഈ സൈഡ് റൈറ്റ് സൈഡ് ചെറിയൊരു തേയ്മാനം കൂടുതൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയും ചെറിയൊരു പാളിച്ച കാണിക്കുന്നുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് മാറ്റിയാൽ പോലും ആ ടയറിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കും. അത് പരമാവധി നമുക്ക് ഉപയോഗിച്ച് തീർക്കാമെന്നുള്ളൂ. ടയർ മാറ്റണ സമയത്ത് ഇതേപോലത്തെ ടയർ നോക്കി മേടിച്ചിടാം. സാപ്പറിൻ്റെ ടയർ, അതാണ് നമുക്ക് ബാക്ക് സൈഡ് ഉപയോഗിക്കാനായിട്ട് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ്, ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. കിക്കറിൻ്റെ സൈഡ് ഈ സൈഡ് ഓയിൽ ലീക്കിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ സീലും കൂടി കൂട്ടത്തേക്ക് നമ്മൾ മാറ്റി വിടുന്നുണ്ട്. ബാറ്ററി ഓൾറെഡി ഇതിന് ഒരു ബാറ്ററി ഇരിക്കുന്നുണ്ട്. 2018 മോഡൽ ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. കംപ്ലൈൻ്റ് ആണ്, കൺവെർട്ടർ വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നിലനിർത്തും കേട്ടോ. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ. ഓക്കെ.